ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഒത്തിരി നാളായില്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്ളോഗ് ഇട്ടിട്ട്. ഡിസംബർ ആയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ക്രിസ്മസ് വൈബാണ്. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു പോട്ട്ലക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ക്രിസ്മസ് സ്പെഷ്യൽ പോട്ട്ലക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ബജ്ജിയാണ്. അപ്പോൾ അതേ മുട്ട അതിനവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ വേവിക്കാൻ വെച്ചു. അതിൻ്റെ ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുളക് ബജ്ജി ഉണ്ടാക്കേണ്ട ആ ഒരു മുളകാണ് ഞാൻ കാണിച്ചത്. ഇവിടുത്തെ മുളക് ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനെ നമ്മൾ മുറിച്ചിട്ട് വേണം എന്തായാലും ബജ്ജി ഉണ്ടാക്കാനായിട്ട്. മുട്ടയിൽ തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തണുക്കുമല്ലോ. നമ്മൾ മുളക് ബജ്ജിയും അതുപോലെ മുട്ട ബജ്ജി പിന്നെ വാഴയ്ക്ക ഉണ്ട്. അപ്പം അതിൻ്റെയും കൂടിയിട്ട് ബജ്ജി, അങ്ങനെ അസോർട്ടഡ് ബജ്ജിയാണ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബജ്ജിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. സവാള ഉണ്ടല്ലോ, അതും തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പിന്നെ ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ വാഴയ്ക്കൊക്കെ സ്ലൈസറിലാണ് അരിയുക. അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. ഒരുപാട് കട്ടിയായിട്ടുള്ള വാഴയ്ക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നന്നാരി സർബത്തും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായിട്ടൊക്കെ മിക്സ് ചെയ്ത് ബോട്ടിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വറുക്കുന്ന സാധനമൊക്കെ അവിടെ പോയിട്ട് ഉണ്ടാക്കാം അഥവാ ലേറ്റ് ആവുകയാണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിപ്പം മാവും എല്ലാ സംഭവങ്ങളും കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വറുത്തിട്ട് തന്നെ പോകാമെന്ന് കരുതി. ബജ്ജിയൊക്കെ ഇതുപോലെ വറുത്ത് നല്ല ചൂടോട് കൂടിയിട്ട് അപ്പം തന്നെ കഴിക്കാനാണ് ശരിക്കും ടേസ്റ്റ് ഉള്ളത്. നമുക്ക് പിന്നെ ആ ഒരു സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പുട്ടും അപ്പവും അതുപോലെ പൊറോട്ടയൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ കൂടെ സമയം വേണമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം വറുത്തഴിഞ്ഞതിന് ശേഷം അവസാനം മുട്ട ബജ്ജിയും കൂടിയിട്ട് വറുത്തെടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മളത് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ഉണ്ട് കേട്ടോ. പൊറോട്ട പിന്നെ അവിടെ പോയിട്ടേ ചെയ്യണുള്ളൂ. ഇത് ചമ്മന്തി ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയായിട്ട് പോവാം. അത്രയുള്ളൂ. നമ്മളിപ്പം ഹനയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അവിടെ ആയിട്ട് പോട്ടിലൊക്കെ ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് സമയം. എന്തോ മാവാ തരാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. എന്തായാലും ഏകദേശം 1 മണിക്കൂറുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്കുള്ള റോഡൊക്കെ കണ്ടോ? ശരിക്കും പറഞ്ഞാൽ പച്ചപ്പൊക്കെ പോയിട്ട് അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 3-4 മാസത്തേക്ക് ഈ ഒരു അവസ്ഥയായിരിക്കും. നല്ല മഞ്ഞൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തണുപ്പ് തുടങ്ങിയല്ലോ. ഇതിപ്പം ബിജു മേനോൻ പറയണ പോലെ ഇനി അങ്ങോട്ട് തണുപ്പോട് തണുപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഹനയുടെ വീടെത്തിയിട്ട് കാണാം. നന്നാരി സർബത്ത് ഐസില്ല. ഐസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇരുട്ടാണ് അവിടെ. അപ്പോൾ അതേ ഈ ബഹളം കണ്ടല്ലോ. ഇതൊക്കെയാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ബഹളം വർത്തമാനമൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബാക്കി ജോലികൾ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. കാരണം വർത്തമാനം പറയാനുള്ള ആ സമയം പോലും ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല. അത്രയ്ക്ക് വർത്തമാനമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊക്കെ വല്ലപ്പോഴല്ലേ കൂടുള്ളൂ. അപ്പം ബോയ്സ് ടീമും അതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. ഇത് സിനി ഉണ്ടാക്കി കൊണ്ടുവന്ന ലഡു ആണ്. അനു പൊറോട്ട ഉണ്ടാക്കുകയാണ്. അതെ, പൊറോട്ട ഉണ്ടാക്കി അടിക്കും ചെയ്യണം കേട്ടോ. പുട്ട് അനു ആണ് കൊണ്ടുവന്നിരിക്കുന്നുണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പക്ഷെ ഇപ്പൊ കഴിക്കുമ്പോ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഓരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ പുട്ട്, നമ്മുടെ ചിരട്ടപ്പുട്ടും മറ്റേ നീളത്തിലുള്ള പുട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ബജ്ജിയൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് അസ്തറ്റിക് ആക്കാൻ നോക്കിയതാണ്. പിന്നെ അതേ ഹനയുടെ സ്പെഷ്യൽ ബിരിയാണി, വെജ് ബിരിയാണി ഉണ്ട്. അതേപോലെ തന്നെ നോൺ വെജ്, അതായത് ചിക്കൻ ബിരിയാണിയും കൂടിയിട്ടുണ്ട്. പിന്നെ സമൂസ വറുത്തോണ്ടിരിക്കുന്നുണ്ട് അവിടെ ദീനു. പിന്നെ നമ്മൾക്ക് വാണിയുടെ അമ്മയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് അപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് കൊണ്ടുവന്നിരിക്കുന്നത് നിഷയാണ് കേട്ടോ. പിന്നെ സമൂസ ഉണ്ട്. പിന്നെ ദേ ബിരിയാണി അപ്പം നമ്മുടെ ദം പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീന് എപ്പോഴും മിസ്സാവും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് മിസ്സാക്കിയില്ല. നല്ല തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് തന്നെ ഈ ഒരു മിക്സ് ചെയ്യുമ്പോൾ തന്നെ മണമൊക്കെ എത്തിക്കാണോ അല്ലേ? അത്രയും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് വെജ് ഉണ്ട് കേട്ടോ. വെജ് ബിരിയാണി ഉണ്ട്. വെജ് ബിരിയാണി ഉണ്ടോ? സ്പെഷ്യൽ താങ്ക്സ് ടു ഹന.
പിന്നെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കഴിച്ചതിന് ശേഷം മെയിൻ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ബീഫ് ഉണ്ട്, അത് ഹന ഉണ്ടാക്കിയതാണ്. പിന്നെ ചിക്കൻ സ്റ്റൂ ആർദ്രയുടെ വക, അതുപോലെ സാലഡും. പിന്നെ ദീനു സോയാബീൻ കറി, കടലക്കറി രമ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ധന്യതേ ചിക്കൻ 65 മോമോസും പിന്നെ കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് നാളെ പാചകം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പം അവരാണ് അപ്പം പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പോട്ട്ലക്ക് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പ് പിക്കൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ അതെ നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം 4 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടാവും കേട്ടോ. വ്ളോഗ് പക്ഷേ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇവിടുത്തെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ് കാണാൻ പോയ വിശേഷങ്ങളും വാൾമാർട്ടിലെ ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീടെത്തി. ഇനിയിപ്പം എപ്പോഴും വീടെത്തി കഴിഞ്ഞ് ഇങ്ങനത്തെ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഞാൻ ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ വ്ളോഗ്. അപ്പം ഞാനോടത്ത് ഇന്നിപ്പം വീടെത്തി. ഇവിടെ ഇപ്പം ജാനുട്ടിക്ക് ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് എന്തായാലും ദോശയൊക്കെ ഉണ്ടാക്കാം. ജാനുട്ടി പാപ്പ അപ്പം എന്തായാലും നമ്മൾക്ക് പോരാത്തത് രാവിലെ പോയിട്ട് തിരക്ക് പിടിച്ച് പോകുമ്പോഴേ ഇത് ഇവിടെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മൾ ഇതൊക്കെ വരത്തില്ലേ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയതും അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വെക്കണം. അതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു പരിപാടി ഇനിയുള്ളത് കേട്ടോ, നൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളത് വാൾമാർട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഇനോഗ്രേഷനാണ്. ഇതിപ്പം പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇനോഗ്രേഷൻ ഡേ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. പിന്നെ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കയറി ഉടനെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. നമ്മൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രാൻബെറി ജ്യൂസാണ്. ഇന്ന് പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുമല്ലോ. അടുത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രോസറി ഐറ്റംസ്, ഫ്രഷ് ഐറ്റംസ് ഒന്നും കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര വലുതായിട്ടുള്ള ഫ്രഷ് ഐറ്റംസും ബേക്കറിയും എല്ലാ സംഭവങ്ങളും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ, അതേ സാമ്പിൾസ് സാധാരണ കോസ്കോയിലും BJസിലും അങ്ങനെ ഹോൾസെയിൽ സംഭവങ്ങളിലൊക്കെയാണ് കൊടുത്ത് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാൾമാർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് സാമ്പിൾ കൊടുക്കുന്നത് കാണുന്നത്. ഇതിപ്പം ഇനോഗ്രേഷൻ ഡേ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അതിന് ശേഷവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സാറ്റർഡേ സൺഡേയും എനിക്ക് തോന്നുന്നു ഇവർ സാമ്പിൾസ് കൊടുക്കുന്നുണ്ടെന്നാണ്. ഞങ്ങൾ പിന്നീട് ഒരു വീക്കെൻഡ് പോയപ്പം എന്തായാലും സാമ്പിൾസൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു രസം. കുട്ടികൾക്കൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പം ഇങ്ങനെ സാമ്പിൾസ് കിട്ടുമ്പം അവർക്കൊരു രസമാണല്ലോ. അവർക്ക് മാത്രമല്ല നമ്മൾക്കും അതൊരു രസമായിരിക്കും. പിന്നെ ഇന്ത്യൻ ഐറ്റംസൊക്കെ നിറയെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒന്നും വാൾമാർട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഷോപ്പ് റൈറ്റിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അത്ര ഐറ്റംസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ ബിരിയാണി പൊടിയും സാമ്പാർ പൊടിയും എന്നുവെച്ചാൽ ബിരിയാണി മസാലപ്പൊടി കേട്ടോ, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡും അതുപോലെ പാല്, ചീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ഇവിടെ ഈ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. കുറേ സ്റ്റോൾസ് ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗ് ഓൾറെഡി തന്നു. ഇങ്ങനെ ഓരോ സ്റ്റോളിലും അവർ ഓരോ സാമ്പിൾസൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ പോയി എടുക്കാം. അങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ പിൻവീൽ അങ്ങനെ അത് ചെയ്തിട്ട് ഗിഫ്റ്റ് കിട്ടുക, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫണ്ണായിട്ട് വിക്കീൻ്റെ കൂടെ പോയിട്ട് വിക്കി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് സാൻഡൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്കിയും സാൻഡയും കൂടിയിട്ട് ഫോട്ടോ എടുത്തു. ജാനുട്ടി കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ജാനുട്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വാൾമാർട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾക്ക് ലൈറ്റ് കാണാൻ പോയ വിശേഷം കൂടിയിട്ട് കാണാം. ഇവിടെ വിൻ്റർ ആയി കഴിയുമ്പം വിൻ്റർ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ നടന്ന് കാണുന്നതിനേലും നല്ലത് ഇങ്ങനെ ഡ്രൈവ് ത്രൂ ആയിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നതാണ്. ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവരൊരു FM പറയും. 93.5 ആയിരുന്നു. അപ്പം അത് കാറിൽ വെക്കണം. വെച്ച് കഴിയുമ്പം ആ ഒരു സോങ്ങിനനുസരിച്ചിട്ടാണ് ഇവിടെ ലൈറ്റിൻ്റെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പാട്ടും അതുപോലെ ലൈറ്റും ഒരേപോലെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോവാം. പിന്നെ ഇവിടെ കാറിൻ്റെ സ്പീഡ് 2 mph ആണ്. അത്രയും സ്ലോ ആയിട്ട് വേണം പോകാൻ, എന്നാലല്ലേ നമ്മൾക്ക് ഈ ലൈറ്റൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ വെളിയിൽ ഇറങ്ങിയെടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല, കാരണം കാറുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബൈ. ഇവിടെ വരെ കണ്ടതിൽ ബൈ.